തിരുവനന്തപുരത്ത് നിന്നും ഹൃദയ ശസ്ത്രക്രിയയുള്ള അവയവം കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിൻ്റെ തയ്യാറെടുപ്പുകളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 33 വയസ്സുകാരൻ കൊല്ലം സ്വദേശി ഐസക്കിന്റെ ഹൃദയവുമായാണ് എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് പോവുക. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 28 വയസ്സുകാരനായ അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിനാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുക. തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ നിന്നാണ് ആംബുലൻസ് മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം എയർ ആംബുലൻസ് വഴി ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രശാന്ത് ചെരികയാണ്. പ്രശാന്ത്, മറ്റൊരു അപൂർവമായ ഒരു കാഴ്ചയ്ക്ക് കൂടിയാണ്, ഒരു ഹൃദയപൂർവ്വമുള്ള ഒരു കാഴ്ചയ്ക്ക് തന്നെയാണ് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഹൃദയം പ്രത്യേക എയർ ആംബുലൻസിലാണ് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുക. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രശാന്ത്? ങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് വാഹനം ഇവിടെ നിന്നും തിരിച്ചു. തിരുവനന്തപുരത്ത് ആഭ്യന്തര വിമാനത്താവളത്തിലേക്കാണ് വാഹനം തിരിച്ചിരിക്കുന്നത്. ഹൃദയമായിട്ടുള്ള വാഹനം കൊണ്ടുപോകുന്നത്. കനത്ത പോലീസ് സുരക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ ട്രാഫിക് നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ട്രാഫിക് നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആംബുലൻസ് തിരിച്ചിരിക്കുന്നത്. കനത്ത സുരക്ഷയിൽ ഇപ്പോൾ അല്പസമയത്തുള്ളിൽ ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തിരുവനന്തപുരം ശംഖുമുഖത്തെ ആഭ്യന്തര വിമാനത്താവളത്തിലെത്തും. അവിടെ എയർ ആംബുലൻസ് സജ്ജീകരിച്ചിട്ടുണ്ട്. എയർ ആംബുലൻസിൽ എത്തി ചെയ്തുകൊണ്ടാണ് ഈ ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നത്. കൊച്ചിയിൽ ഗ്രാൻഡ് ഹയാത്തിൽ വിമാനം ഇറങ്ങും, ഹെലികോപ്റ്റർ ഇറങ്ങും. അവിടെ നിന്ന് റോഡ് മാർഗം വീണ്ടും ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം കൊണ്ടുപോകും. അങ്ങനെ കനത്ത സുരക്ഷ ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചി തിരുവനന്തപുരം കമ്മീഷണർമാർക്ക് ഈ സുരക്ഷയും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾക്കുമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. അങ്ങനെ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ വാഹനം തിരിച്ചിരിക്കുന്നത്. കനത്ത സുരക്ഷയിൽ ആണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ആണ് വാഹനം തിരിച്ചത്. ഇപ്പോൾ ഉടൻ തന്നെ ഇനി ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തിരുവനന്തപുരത്ത് ആഭ്യന്തര വിമാനത്താവളത്തിൽ ഹൃദയം എത്തും. അവിടെ നിന്ന് ഉടൻ തന്നെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് കൊച്ചിയിലെത്തിക്കാനാണ് ഇപ്പോൾ നോക്കുന്നത്. നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചാണ് ഉടൻ തന്നെയാണ് ഈ കിംസ് ആശുപത്രിയിൽ നിന്നും ആംബുലൻസ് പുറപ്പെട്ടത്. കൊച്ചിയിൽ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടനെ തന്നെ ഇത് ഹൃദയം എത്തിച്ചു കഴിഞ്ഞാൽ 2:30 കൂടി തന്നെ ബാക്കി നടപടിക്രമങ്ങളും അവിടെയും പൂർത്തീകരിക്കും. അവിടെയും ശസ്ത്രക്രിയയിലേക്ക് തുടർന്ന് ആരംഭിക്കും. ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു മുഹൂർത്തത്തിന് കൂടിയാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ജീവൻ പൊലിയുമ്പോൾ മറ്റൊരു ജീവൻ ഒരു പ്രത്യാശയുമായി ഒരു ജീവൻ ഒരു പൊതുജീവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിമിഷം കൂടിയുണ്ട്. എന്തായാലും അങ്ങനെ ഒരു മുഹൂർത്തം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലം കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയവുമായിട്ടാണ് വാഹനം തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഈ മാസം 6-ാം തീയതിയാണ് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വെച്ചൊരു വാഹനാപകടം ഉണ്ടാകുന്നത്. റോഡ് മുറിച്ച് കിടക്കുന്നതിന് ഇടയിലാണ് യുവാവ് വാഹനാപകടത്തിൽപ്പെടുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന യുവാവ് വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസത്തോടു കൂടിയാണ് മസ്തിഷ്ക മരണം യുവാവിനെ സ്ഥിരീകരിക്കുന്നത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടുകൂടി തന്നെയാണ് പിന്നീട് ബന്ധുക്കൾ തന്നെ ഈ അവയവമാറ്റത്തിന് സജ്ജരായത്. 6 അവയവങ്ങളാണ് അവയവമാറ്റത്തിന് വേണ്ടിയിട്ട് 6 അവയവങ്ങളാണ് വിട്ടു നൽകിയത്. കോർണിയ, കിഡ്നി, അതോടൊപ്പം തന്നെ കരൾ, ഹൃദയം എന്നിവയാണ് ഈ അവയവമാറ്റത്തിന് ആയി വിട്ടു നൽകിയത്. ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ കണ്ണിന്റെ കോർണിയ തിരുവനന്തപുരത്ത് തന്നെ കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഒരു വൃക്കയും കരളും ഈ കിംസ് ആശുപത്രിയിലെ ഒരു ആൾക്ക് വേണ്ടി മാറ്റിവെക്കും. അങ്ങനെ ആണ് ഇപ്പോൾ ഈ അവയവങ്ങൾ കൈമാറ്റം നടന്നിരിക്കുന്നത്. വലിയ ഒരു
നിമിഷങ്ങൾക്കാണ് ഈ തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ അവിടെ സന്നിഹിതരായിരുന്നു. മാത്രമല്ല ആശുപത്രിയിലെ മറ്റ് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട അധികൃതർ എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. അതോടൊപ്പം റോഡ് ക്ലിയറൻസ് അടക്കം നമുക്കറിയാം വാഹനങ്ങൾ വലിയ രീതിയിൽ വാഹന ട്രാഫിക് ഉള്ള സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ റോഡ് ക്ലിയറൻസിന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ട്രാഫിക് ക്ലിയറൻസിന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അത്രയും കനത്ത സുരക്ഷ കൂടി ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹൃദയവുമായിട്ട് വാഹനം തിരിച്ചിരിക്കുന്നത്. ഏകദേശം നമ്മൾ മനസ്സിലാക്കുന്ന സ്ഥിതിയിലാണെങ്കിൽ ഏകദേശം ഇപ്പോൾ എത്താൻ ഉള്ള സമയമായി. നമ്മളും അതിനൊപ്പം തന്നെ സഞ്ചരിക്കുകയായിരുന്നു. കാരണം സഞ്ചരിക്കുന്നുണ്ടെന്നാൽ ഇതിന്റെ ഒരു വേഗത ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ പോലീസിന്റെ കർശനമായ നിർദ്ദേശം അടക്കമുണ്ട്. ഫോളോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം കർശന നിർദ്ദേശമുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മളും ഇതിന് പിന്നാലെ വരാനുള്ള ഒരു നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും കൂടി ചെയ്തത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ വാഹനം എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ചെയ്തത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ വിമാനത്താവളത്തിൽ എത്തിയാൽ തന്നെ ഉടൻ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. ഉടൻ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ ഹൃദയം എയർലിഫ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് നടക്കുകയും എയർലിഫ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ അരമണിക്കൂർ മാത്രമാണ് സമയം. ആ അരമണിക്കൂറിൽ കൊച്ചിയിലേക്ക് എത്തിക്കും. കൊച്ചിയിൽ ഹയാത്തിലാണ് വാഹനം ഹെലികോപ്റ്റർ ഇറങ്ങി അവിടെ നിന്നും റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേട്ടി യെസ്, പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഹൃദയപൂർവം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാഴ്ചകൾ. കാരണം ഒരു ജീവന്റെ തുടിപ്പുമായി മറ്റൊരു ജീവനിലേക്കുള്ള ഒരു യാത്ര, അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ എല്ലാ ആംബുലൻസിലൂടെ ഈ ഹൃദയം കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ, എല്ലാ സജ്ജീകരണങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു അല്ലേ? സജ്ജീകരണങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിൽ നിന്നും വാഹനം പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ കുറച്ച് നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എയർപോർട്ടിലേക്ക് ഈ ആംബുലൻസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. യുവാവിന്റെ ഹൃദയവുമായി തിരുവനന്തപുരത്തു നിന്നും ഹെലികോപ്റ്ററിൽ അല്പസമയത്തിനകം കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായി കിംസ് ആശുപത്രിയിൽ നിന്നാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പ്രത്യേക സംവിധാനത്തോടെ ഒരു ഹൃദയം എത്തിച്ചിരിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശി ഐസക്കിന്റെ ഹൃദയവുമായാണ് എയർ ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ കൊച്ചിയിലേക്ക് തിരിക്കുക. ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 28-കാരനായ അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിനാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. ഹൃദയപൂർവം ആ കാഴ്ചകൾ. ഐസക്കിന്റെ ഹൃദയം ഇനി തുടിക്കുക അജിനിൽ. അതിനുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിംസ് ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തിച്ച ഈ ഹൃദയം, പ്രത്യേക സംവിധാനത്തിൽ എത്തിച്ച ഹൃദയം എയർ ആംബുലൻസിൽ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും പറന്നുയരും. അല്പസമയം, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഹൃദയം ആംബുലൻസിൽ അവിടെ എത്തിച്ചത്. റോഡ് മാർഗം ഒരു തടസ്സവുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ച് ഒരേ മനസ്സുകൊണ്ടാണ്, ഹൃദയപൂർവ്വം തന്നെയാണ് ഈ ഹൃദയം കൊണ്ടുപോകുന്നതെന്നാണ് ഏറ്റവും മനോഹരമായ അതിൻ്റെ പ്രത്യേകതയും കാഴ്ചയും.